ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് അഥവാ CDACൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ വേക്കൻസി ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വേക്കൻസിയുടെ കാണാൻ, നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ വേക്കൻസി ഉണ്ട്, അതുപോലെ ചെന്നൈ, ഡൽഹി, അതുപോലെ ഹൈദരാബാദ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുംബൈ ഒക്കെ വേക്കൻസികളുണ്ട്, പൂനെ. ഓക്കെ, പിന്നെ അതാ നിങ്ങൾക്കൂടെ കാണാൻ നമ്മുടെ കേരളത്തിൽ ഇവിടെ തിരുവനന്തപുരം നമുക്ക് വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരുടെ മാക്സിമം അവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ടും രേഖപ്പെടുത്തുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ ജസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ, ഈവൻ നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് വേക്കൻസി കുറവാണെങ്കിൽ വരെ നമുക്കത് ചെയ്യാനുള്ളൊരു സാധ്യത അവിടെ കൂടും കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിച്ച ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് സ്പെഷ്യലൈസേഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ എല്ലാ വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ടൊക്കെ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ നോക്കുന്നത് തിരുവനന്തപുരം വേക്കൻസിയാണ് കേട്ടോ. നമുക്ക് തിരുവനന്തപുരത്ത് വന്നിരിക്കുന്ന വേക്കൻസിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അത് നിങ്ങൾക്കൂടെ കാണാം, CDAC തിരുവനന്തപുരം ഇൻവൈറ്റ്സ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോർ വാരിയസ് കോൺട്രാക്ച്വൽ പൊസിഷൻ ആണ്. നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കിയത് ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല, കരാർ അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് വിളിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോൺട്രാക്ട് ബേസിൽ കയറിയാൽ തന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ പോകാനുള്ള ഒരു പോസിബിലിറ്റി ഇതിൽ പറയുന്നുണ്ട്, നമ്മുടെ പെർഫോമൻസിനും അവരുടെ റിക്വയർമെൻറ്റിനും അനുസരിച്ച്. അപ്പോൾ CDACലൊക്കെ ഒട്ടനവധി വേക്കൻസികൾ ഇങ്ങനെ വിളിക്കാറുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പെർമനൻറ്റ് വേക്കൻസി എന്ന് വിചാരിച്ച് നിൽക്കേണ്ട, നിങ്ങൾക്ക് കോൺട്രാക്ട് ബേസിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റു പെർമനൻറ്റ് എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇനി കിട്ടിയാൽ നിങ്ങൾക്ക് പോകുന്നതിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികം ഇത്തരം മേഖലയിലൊക്കെ അധികവും കോൺട്രാക്ട് ബേസിലൊക്കെയാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ജോബ് ഡീറ്റെയിൽസിലൂടെ കാണാൻ നിങ്ങൾക്ക് പ്രൊജക്റ്റ് അസോസിയേറ്റ് വിളിച്ചിട്ടുണ്ട്, അത് എക്സ്പീരിയൻസ്ഡ് വേക്കൻസിയാണ്. അതുപോലെ തന്നെ പ്രൊജക്റ്റ് എഞ്ചിനീയർ ഫ്രഷർ ഉണ്ട്. ഇതിലൊക്കെ വേക്കൻസി, നമ്പർ ഓഫ് വേക്കൻസി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മറ്റ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ പോസ്റ്റ് വൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയുകയാണെങ്കിൽ, ഇതിൽ മിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് ഫ്രഷേഴ്സിനുള്ള വേക്കൻസി ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളൊരു ഓർഡറിലല്ല കാണിക്കുന്നത്, മിക്സ്ഡ് ആയിട്ടാണ്. നമ്മൾ ആ ഒരു ഇവിടെ എടുത്ത് വെച്ച അനുസരിച്ച് ഓരോ വിൻഡോ ഓപ്പൺ ആക്കി, നമുക്ക് ഇതിൻ്റെ PDF അവൈലബിൾ അല്ല, അതിൻ്റെ വെബ്സൈറ്റ് ആണ് നമ്മൾ ഒന്നിലധികം ടാബ്സ് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇതിൽ ഫുള്ള് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേക്കൻസി ആണെന്നല്ല, അതും വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, സീനിയർ പ്രൊജക്റ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന വേക്കൻസിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ തിരുവനന്തപുരം, ഏജ് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എല്ലാ പോസ്റ്റിലേക്കും ഏജ് റിലാക്സേഷൻ കാര്യങ്ങളുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കോമൺ ആയിട്ട് പറയാം കേട്ടോ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BTech ആണ്, വിത്ത് 60% മാർക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള CGPA നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സ്പെഷ്യലൈസേഷൻ BTech നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണം. പിന്നെ സ്കിൽ സെറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ സ്കിൽ സെറ്റ് നോക്കണം, എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു പോസിബിലിറ്റി കൂടും കേട്ടോ. കാരണം ഈ പറയുന്ന ഇമേജ് ഗൈഡഡ് നാവിഗേഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന മേഖല ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറച്ചും പാടെ നിങ്ങൾക്ക് ഇത് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടാണ് കേട്ടോ. അതായത് ഈ പോസ്റ്റിംഗ് ഇതിൻ്റെ സെലക്ഷനിൽ ഉൾപ്പെടാനുള്ള. പിന്നെ ജോബ് പ്രൊഫൈലും കാണാൻ വായിച്ച് നോക്കാം. സാലറി ഇവിടെ കാണാൻ നിങ്ങൾക്ക് CTC ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 8.49 lakh per annum ആണ് വരുന്നത്. അതായത് മിനിമം ആണ് പറയുന്നത്. ദെൻ അപ് ടു നിങ്ങൾക്ക് ഒരു 14 lakh per annum എന്നുള്ള ലെവലിലേക്ക് എക്സ്പീരിയൻസ് ഒക്കെ കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് അത് സാലറി കൂടുതൽ തരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു നിയർ 1 lakhൻ്റെ അടുത്ത് തന്നെ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ മന്ത്ലിയാണ് പറയുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡ്യൂറേഷൻ 3 വർഷമായിരിക്കും ഇതിൻ്റെ കരാർ ഡ്യൂറേഷൻ. അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇതിൽ പറയുന്നുണ്ട്. ഇനി അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കോമൺ ആയിട്ട് വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. അപ്പോൾ ഒന്നാമത്തെ നമ്മളിവിടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തേതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് പ്രൊജക്റ്റ് മാനേജർ 5, ഇത് പോസ്റ്റ് കോഡാണ് T5 എന്ന് പറയുന്ന സീരിയൽ നമ്പറാണ്. ഓക്കെ, ഇതിൽ 2 വേക്കൻസിയാണ്. തിരുവനന്തപുരമാണ് വേക്കൻസി വരുന്നത്. 56 വയസ്സുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. BTech വിത്ത് 60% കറണ്ട് CGPA ആണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, അതായത് സയൻസിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലോ നിങ്ങൾക്ക് എന്താണ് PG ഉള്ളവർക്കും 60% മാർക്ക് ഉള്ളവർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ നെറ്റ്വർക്ക്, ഇതാണ് സ്പെഷ്യലൈസേഷൻ. ഈ പറഞ്ഞിരിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് BTech ഒക്കെ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ 60% മാർക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി PG നിങ്ങൾക്ക് സയൻസിൽ ബിരുദം, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ബന്ധപ്പെട്ട് PG കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ PG, അതായത് MCA ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷേ ഇതിലേക്ക് 9 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ CTC 12.63 to ഒരു 22 പോയിൻറ്റ്, അതായത് നമുക്ക് ഒരു 2 ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ നമുക്ക് സാലറി പ്രതീക്ഷിക്കും. കാരണം അത്രയും എക്സ്പീരിയൻസ് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. 3 വർഷമാണ് ഇതിലേക്കും വിളിച്ചിരിക്കുന്നത്. അപ്പോൾ 2 എണ്ണം നമ്മൾ നോക്കി.
ഇനി അടുത്ത മൂന്നാമത്തെ കാറ്റഗറിയാണ് പ്രൊജക്റ്റ് മാനേജർ. നിങ്ങൾക്കിവിടെ കാണാം 4 എന്ന് കാണാം. ഇതിൽ ഒരു വേക്കൻസിയാണ്, തിരുവനന്തപുരമാണ്. 56 ഏജിൽ വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 60% ബിടെക് ആണ്. ഇനി നിങ്ങൾക്ക് MBA ഫൈനാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും പാടെ മുൻഗണന ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ബിടെക്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സോ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 9 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ബാക്കിയൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് പ്രൊജക്റ്റ് മാനേജർ 3 ആണ്. ഇതിലൊരു വേക്കൻസിയാണ്, തിരുവനന്തപുരമാണ്. 56 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് 60% മാർക്കോട് ബിടെക് പാസ്സായിരിക്കുക, ഇല്ലെങ്കിൽ MTech ഇല്ലെങ്കിൽ PhD ഉള്ളവർക്കും ഇത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയോ ആയിരിക്കണം എന്നുള്ളതാണ് സ്പെഷ്യലൈസേഷൻ. ഓക്കെ, 9 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇതിലേക്കും അപ്ലൈ ചെയ്യാൻ. ഇതിനടുത്ത് വന്നിരിക്കുന്നത് പ്രൊജക്റ്റ് മാനേജർ 2. നിങ്ങൾക്കൂടെ കാണാം, ഒരു വേക്കൻസിയാണ്, തിരുവനന്തപുരം. 56 ഏജ് ലിമിറ്റ്. നിങ്ങൾക്ക് ബിടെക് 60%, സ്പെഷ്യലൈസേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. 9 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ്. അടുത്തത് നമുക്ക് പ്രൊജക്റ്റ് മാനേജർ 1. നിങ്ങൾക്കൂടെ കാണാം, തിരുവനന്തപുരം. 56 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് BA or BTech 60% മാർക്ക്, അതല്ലെങ്കിൽ ME or MTech, അതല്ലെങ്കിൽ PG ഡിഗ്രി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള PG ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. BTechോ അല്ലെങ്കിൽ MTech ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ME or MTech ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷനോ കമ്പ്യൂട്ടർ സയൻസോ IT മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഈ പറയുന്ന PGയോ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതായത് ME or MTech ഒക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. മിനിമം 9 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലേക്കും വേണം. ഇതിനടുത്ത് നമ്മൾ നോക്കുന്നത് പ്രൊജക്റ്റ് എഞ്ചിനീയർ. ഇത് എക്സ്പീരിയൻസ്ഡ് ആണ്. 13 വേക്കൻസി ഉണ്ട്. 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. BA or BTech 60% മാർക്ക്, അതല്ലെങ്കിൽ ME or MTech ആണെങ്കിൽ അവിടെ നിശ്ചിത പെർസെൻറ്റേജ് ബാധകമല്ല കേട്ടോ, ജസ്റ്റ് പാസ്സായാൽ മതി. PG ഡിഗ്രി നിങ്ങൾക്ക് സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിത്ത് 60% മാർക്ക്, അതായത് ഈ പറയുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എന്താണ് BA or BTech 60% മാർക്ക് ഉണ്ട്, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ME or MTech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി എന്താണ് നിങ്ങൾക്ക് PG കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സയൻസിലോ PG ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതിയിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് സ്കിൽ സെറ്റ് വേണ്ട കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതോടൊപ്പം തന്നെ സാലറി ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് 5.40 lakh per annum ആണ്. ഓക്കെ, പിന്നെ എക്സ്പീരിയൻസിനനുസരിച്ച് എന്ത് ചെയ്യും, അത് അത്യാവശ്യം നല്ല രീതിയിൽ കൂടും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു 50,000 മുകളിലൊക്കെ നമുക്ക് സാലറി പ്രതീക്ഷിക്കാവുന്ന തന്നെയാണ്. എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിയർ 1 lakhൻ്റെ അടുത്തേക്കൊക്കെ വാങ്ങാൻ പറ്റും. 3 വർഷത്തേക്കാണ് നിയമനം. ഇനി അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് കൂടെ കാണാം, പ്രൊജക്റ്റ് എഞ്ചിനീയർ ഫ്രഷറാണ്. 25 വേക്കൻസി ഉണ്ട് കേട്ടോ. ഇതിലേക്ക് തിരുവനന്തപുരമാണ് വന്നിരിക്കുന്ന വേക്കൻസി. 30 ഏജ് ലിമിറ്റ്. ഇതിലേക്ക് SC/ST ഒക്കെ ആണെങ്കിൽ 35 വയസ്സ് വരെ, OBC ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 33 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ PWD ആണെങ്കിലൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. ക്വാളിഫിക്കേഷൻ ഇവിടെ കാണാം, നിങ്ങൾക്ക് BA or BTech 60% മാർക്ക്. അപ്പോൾ BA or BTech നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലോ IT-ലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അപ്ലൈഡ് ഇലക്ട്രോണിക്സിലോ ഇൻസ്ട്രുമെൻറ്റേഷനിലോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ BA or BTech 60% മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. CGP ആണെങ്കിൽ 60% ഈക്വലൻ്റ് ആയുള്ള CGP ഉണ്ടായിരിക്കണം. ME or MTech ആണെങ്കിലും നിങ്ങൾക്ക് പെർസെൻറ്റേജ് ബാധകമല്ല, ജസ്റ്റ് പാസ്സായാൽ മതി പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ. ഇനി നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ PG ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടും 60% മാർക്ക് ഉണ്ടായാൽ മതി. അത് വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ PG മതി, അതല്ലെങ്കിൽ ME or MTech മതി, അല്ലെങ്കിൽ BA or BTech മതി കേട്ടോ. ഇതിലേക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്കിൽ സെറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോസിബിലിറ്റി കൂടുതലാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലും നിങ്ങൾക്ക് മിനിമം ആണ് കേട്ടോ പറയുന്നത് 5.40 lakh per annum എന്നുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം എന്താണ് ഒരു നിയർ 50,000 അടുത്ത്, നമുക്ക് 50,000 അടുത്ത് സാലറി സ്റ്റാർട്ടിങ്ങിൽ വാങ്ങാം. ഇനി 3 വർഷത്തേക്കാണ് ഇതിലേക്ക് നിയമിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന പോസ്റ്റാണ്. ഇനി അടുത്തത് ഇവിടെ പ്രൊജക്റ്റ് എഞ്ചിനീയർ ഫ്രഷറാണ്. 5 വേക്കൻസി ഉണ്ട്. തിരുവനന്തപുരം. 30 ഏജ് ലിമിറ്റ് വരുന്നത്. MTech ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. MTech നിങ്ങൾ ഈ പറയുന്ന സ്പെഷ്യലൈസേഷൻ ആയിരിക്കും പവർ ഇലക്ട്രോണിക്സ്, പവർ സിസ്റ്റം, അല്ലെങ്കിൽ VLSI ആൻഡ് എംബഡഡ് സിസ്റ്റം, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സ്പെഷ്യലൈസേഷനോട് ആയിരിക്കണം എന്നുള്ളതാണ്. ദെൻ യാതൊരു എക്സ്പീരിയൻസും വേണ്ട, സ്കിൽ സെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് മിനിമം ഈ പറയുന്ന 5.40 lakh per annum ആണ്. 3 ഇയർ ഡ്യൂറേഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പ്രൊജക്റ്റ് അസോസിയേറ്റ് ആണ്. ഇത് എക്സ്പീരിയൻസ്ഡ് ആയുള്ള വേക്കൻസിയാണ്. അത് 2 വേക്കൻസി ഉള്ളൂ. തിരുവനന്തപുരം. 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലോ BA or BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് മാത്രം മതിയിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് സ്കിൽ സെറ്റോടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ കാണാം. അതുപോലെ തന്നെ CTC 3.68 to 4.51 lakh per annum ആണ് വരുന്നത്. 3 ഇയർ ഡ്യൂറേഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. എക്സ്പീരിയൻസിനനുസരിച്ച് സാലറി കൂടുന്ന പോസ്റ്റാണ് കേട്ടോ. ഓക്കെ, ഇതിനടുത്ത് നമ്മൾ നോക്കുന്നത് സീനിയർ പ്രോജക്റ്റ് എഞ്ചിനീയർ ആണ്. 2 വേക്കൻസി ഉണ്ട്. തിരുവനന്തപുരം. 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. MTech ആണ് ഇതിൽ. ഈ VLSI ആൻഡ് എംബഡഡ് സിസ്റ്റംസിൽ സ്പെഷ്യലൈസേഷനോടെ MTech ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി സ്കിൽ സെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ CTC ഒക്കെ ഇവിടെ കാണാം. നിങ്ങൾക്ക് 3 വർഷത്തേക്കാണ് നിയമിക്കുന്നത്.
ഇതിനടുത്ത് നിങ്ങൾക്കൂടെ കാണാം സീനിയർ പ്രൊജക്ട് എഞ്ചിനീയറാണ്, 2 വേക്കൻസിയാണ്, തിരുവനന്തപുരമാണ്. 40 ഏജ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് നിങ്ങൾക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. BR/B.Tech അതല്ലെങ്കിൽ ME/M.Tech അല്ലെങ്കിൽ PG ഡിഗ്രി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ PG ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഓർ ഇൻസ്ട്രുമെൻറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ BR/B.Tech അല്ലെങ്കിൽ ME/M.Tech ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ CTC ഇവിടെ കാണാൻ നിങ്ങൾക്ക് 3 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന വേക്കൻസികൾ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മാത്രം വന്ന വേക്കൻസിയാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, ചെന്നൈയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ബാംഗ്ലൂർ അപ്ലൈ ചെയ്യണമെങ്കിൽ ബാംഗ്ലൂർ അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഏതിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ഇത് സീഡാക്ക് ചെന്നൈൻ്റെതാണ്. അപ്പോൾ ചെന്നൈയിൽ വന്നിരിക്കുന്ന വേക്കൻസികൾ ജസ്റ്റ് ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം HR അസോസിയേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ മാത്രമല്ല കേട്ടോ, ഇതിലേക്ക് നിങ്ങൾക്ക് മറ്റു ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ആ ഒരു വേക്കൻസികളും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 year ഫുൾ ടൈം MBA വിത്ത് HR സ്പെഷ്യലൈസ്, അതായത് HR സ്പെഷ്യലൈസേഷനോട് കൂടി നിങ്ങൾ MBA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതിൽ എക്സ്പീരിയൻസ് വേണം കേട്ടോ, 12 to 14 വർഷം വരെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് അങ്ങനെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തിരുവനന്തപുരം വന്നതിൽ ഇപ്പോൾ BR/B.Tech അല്ലെങ്കിൽ PG അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. എന്നാൽ മറ്റു മേഖലയിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പല മറ്റ് കാറ്റഗറി ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ നിങ്ങൾക്ക് ഏതിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണമെന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇത് ചെന്നൈ വന്നിരിക്കുന്നതാണ്. ഇനി ബാംഗ്ലൂർ വന്നിരിക്കുന്ന വേറെ അവിടെ കാണാൻ നിങ്ങൾക്ക് ബാംഗ്ലൂർ വന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് അവിടെ കാണാൻ നിങ്ങൾക്ക് പ്രൊജക്ട് എഞ്ചിനീയർ, അതുപോലെ പ്രൊജക്ട് എഞ്ചിനീയർ, ഇതൊക്കെ പ്രൊജക്ട് എഞ്ചിനീയർ മേഖല തന്നെയാണ് ഇവിടെയൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രൊജക്ട് മാനേജർ, പ്രൊജക്ട് എഞ്ചിനീയർ എന്നൊക്കെ പറയുന്ന തസ്തികയിലേക്കാണ് കൂടുതലായിട്ട് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നമുക്ക് ബാംഗ്ലൂരിൽ അത്യാവശ്യം വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കൊക്കെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കോമൺ ആണ്. ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോ പോസ്റ്റ് എടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി. എക്സ്പീരിയൻസ് ഉള്ളതിലൊക്കെ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ നിങ്ങൾക്ക് BR/B.Tech അല്ലെങ്കിൽ PG ഡിഗ്രി അല്ലെങ്കിൽ PG സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞവർക്ക് ME/M.Tech PhD ഒക്കെ ഉള്ളവർക്കൊക്കെയാണ് ഇതിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക കേട്ടോ. 3 കാറ്റഗറി പോസ്റ്റാണ് ബാംഗ്ലൂർ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളിലേക്കും അതോടൊപ്പം തന്നെ മറ്റു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും വരാം. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. GeoCL Eduland ഇല്ല, ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താലും മതി, GeoCL Eduland സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കയറാം. അങ്ങനെ വെബ്സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണാം, ഈസി ടൂൾ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റർ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ. ഇനി ഇവിടെ കാണാം നിങ്ങൾക്ക് ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി. ഓക്കെ, ഇത് നമ്മൾ പുതുതായിട്ട് തുടങ്ങിയതാണ്. ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഒന്ന് പരിചയപ്പെടുത്താണ്. നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ സീക്ക് ചെയ്ത് കാണട്ടോ നിങ്ങൾക്ക്. അതായത് ഇതിൽ നമ്മൾ പ്രൈവറ്റ് ജോബ്സ് ആണ് പ്രധാനമായിട്ടും, അതായത് വലിയ വലിയ കമ്പനികൾ, എയർപോർട്ട് ജോബ്സ്, വർക്ക് ഫ്രം ഹോം ജോബ്സ് കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള ജോബ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ബൈ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഇതിൽ ജോയിൻ ചെയ്താൽ നമുക്കൊരു ഓപ്പൺ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അതിൽ ഓപ്പണായിട്ട് നിങ്ങൾക്ക് പരസ്പരം ചോദിക്കാം. പിന്നെ നിങ്ങൾ ഏതെങ്കിലും വോക്ക് ഇൻ സെലക്ഷനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം ഒരുമിച്ച് പോകാനുള്ള പോസിബിലിറ്റി ഒക്കെ അതിലൂടെ അറേഞ്ച് ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ താല്പര്യമുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉടനെ ജോയിൻ ചെയ്യട്ടോ അതിൽ. അപ്പോൾ നമ്മൾ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ്, കേരള ജോബ്സിൽ ഇവിടെയൊക്കെ ഞാൻ സീഡാക്കിൻ്റെ പോസ്റ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതിവിടെ കാണില്ല, താഴോട്ട് പോയി ഇവിടെ 5 പോസ്റ്റേ ലിസ്റ്റ് ചെയ്യുള്ളൂ. ബാക്കി നിങ്ങൾക്ക് 6ാമത്തെ ഇതിൻ്റെ ഉള്ളിലായിരിക്കും, ഈ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലായിരിക്കും. ഇവിടെ നമ്മൾ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. അവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അതെല്ലാം ജസ്റ്റ് ഇവിടെ നമ്മുടെ സീഡാക്കിന്ന് അടിച്ചു കൊടുത്താൽ നമ്മുടെ പോസ്റ്റ് കിട്ടും കേട്ടോ. സെർച്ച് ബാറിൽ സീഡാക്കിന്ന് അടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ സീഡാക്ക് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പോസ്റ്റ് ഇവിടെ ഓപ്പൺ ആയിരുന്നു കാണാം, സീഡാക്ക് റിക്രൂട്ട്മെൻറ്റ് 2025 താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ആക്കാം. നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ജസ്റ്റ് ഓപ്പൺ ആക്കിയാൽ ഇതിപ്പോൾ നമുക്ക് ഇതിൽ PDF നോട്ടിഫിക്കേഷനായിട്ട് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് അവരുടെ കരിയർ പേജ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ കാണാം എക്സ്പ്ലോർ ഓപ്പർച്യൂണിറ്റി പറഞ്ഞിട്ട് അപ്പോൾ ബാംഗ്ലൂരിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കോർപ്പറേറ്റിൽ അത് ഡെപ്യൂട്ടേഷൻ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ള ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 31/5, അതായത് മെയ് 31 മുതൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ്, ഓൺലൈൻ അപേക്ഷയുടെ എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് ജൂൺ 20 വരെയാണ് കേട്ടോ. അപ്ലൈ ചെയ്യാനുള്ള സമയം എല്ലാത്തിൻ്റെയും ജൂൺ 20 വരെയാണ്. തിരുവനന്തപുരമൊക്കെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് ജൂൺ 20 വരെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനിപ്പം ഇവിടെ കാണിച്ചത് തിരുവനന്തപുരം, അതുപോലെ തന്നെ ചെന്നൈ, ബാംഗ്ലൂരാണ്. പിന്നെ പൂനെ, അതുപോലെ നിങ്ങൾക്ക് പാറ്റ്ന തുടങ്ങിയിട്ടുള്ള മറ്റു നോയിഡ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, മുംബൈ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് കയറി നോക്കാം. ഇതിലൊക്കെ എന്താണ് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലൊക്കെ അപ്ലൈ ചെയ്യാം. അതായത് ഗ്രാജുവേഷനൊക്കെ ഇതിൽ വിളിക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലൊക്കെ കയറിയിട്ട് ഗ്രാജുവേഷനും അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അതിനാണ് ഈ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ വളരെ കൂടും. അല്ല തന്നെ നമ്മളെ കൊണ്ട് പരാതിയാണ്, ഡ്യൂറേഷൻ കൂടുന്നു,
എന്താണ് താങ്കൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിക്കുകയാണെന്നൊക്കെയുള്ള ലെവലിലൊക്കെയാണ് പലരും ചില ആളുകളൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനെല്ലാം ഇപ്പം നമുക്ക് കാണിക്കാൻ പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിൽ കയറിയിട്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ക്വാളിഫിക്കേഷനോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇൻസ്റ്റയിലൊന്ന് ഫോളോ ചെയ്തിട്ട് നമ്മൾ ചോദിച്ചാൽ മതി. അതിൻ്റെ കറക്റ്റായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളത് നോക്കേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് ഇവിടെ നിന്ന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പേജിലേക്കാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും എടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളിതിൽ വന്നാൽ നേരെ അപ്പോൾ ഞാൻ തിരുവനന്തപുരമാണ് എടുക്കുന്നത്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ തിരുവനന്തപുരം എന്നുള്ള ജസ്റ്റ് ഒന്ന് ന്യൂ ടാബ് ഓപ്പൺ ആക്കി തരാം. അല്ലെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ പുതിയൊരു ടാബിലേക്ക് ഓപ്പൺ ആക്കിയാണത്. നമ്മൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തത് ലിങ്കാണ് കണ്ടോ, ഈ CDAC തിരുവനന്തപുരം ഇൻവൈറ്റ്സ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കാണ്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ അഡ്വർടൈസ്മെൻറ്റ് കറക്റ്റായിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ ഇതിൽ ഇനി കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഇനിയിപ്പം ചെന്നൈ ആണെങ്കിലും അതുപോലെ ബാംഗ്ലൂരിലാണെങ്കിലും ഒക്കെ സെയിം കാര്യങ്ങളാണ്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് CDAC തിരുവനന്തപുരം വേക്കൻസികളാണ്. ഇനി അതിനെക്കുറിച്ചിട്ട് നമ്മൾ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ പോസ്റ്റിൻ്റെ കണ്ടീഷൻസാണ് പറയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും കോൺട്രാക്ട് ബേസിലുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. 3 വർഷത്തേക്കാണ് നിങ്ങളെ നിയമിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾ ഈ പറയുന്ന 3 വർഷം കഴിഞ്ഞാൽ ഇവരുടെ റിക്വയർമെൻറ്റിനനുസരിച്ചും നിങ്ങളുടെ പെർഫോമൻസിനൊക്കെ അനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി അവർ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ പ്രൊജക്റ്റുകളൊക്കെ അവർക്ക് വരുന്ന സമയത്ത് അതിലേക്കൊക്കെ നിങ്ങൾ എടുക്കാനുള്ള പോസിബിലിറ്റി അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു നഷ്ടമാവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഏജ് ലിമിറ്റാണ്. അപ്പോൾ ഏജ് ലിമിറ്റ് പറഞ്ഞാൽ SC/ST OBC PWD എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനൊക്കെ നിയമാനുസൃതമായുള്ള ഏജ് റിലാക്സേഷൻ ആയിരിക്കും. SC/ST ആണെങ്കിൽ 5 വർഷം, OBC NCL ആണെങ്കിൽ 3 വർഷം, PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് 10 മുതൽ 15 വർഷം വരെയൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി അടുത്ത ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ്. അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനീഷ്യലി നിങ്ങളുടെ അപേക്ഷ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമല്ലോ, അപ്പോൾ അതൊന്ന് അവർ സ്ക്രീനിങ് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കാദമിക് റെക്കോർഡ്സും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, അതും സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇൻ്റർവ്യൂ ആയിരിക്കും അധികവും നടക്കാനുള്ള പോസിബിലിറ്റി. ഇനി റിട്ടൺ ടെസ്റ്റ് ആണെങ്കിലും നടക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും നിങ്ങൾക്ക് ഇമെയിൽ വഴിയാണ് അറിയാം. അപ്പോൾ നിങ്ങൾ ഇമെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും CDAC മെയിൽ വന്നിട്ടുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ ഇതിലേക്ക് നമ്മൾ യാതൊരുവിധ അപേക്ഷാ ഫീസും കൊടുക്കേണ്ടതില്ല. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞ് ഞാൻ കാണിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫ്, അതായത് 400 KB കൂടാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇനി അത് മാത്രമല്ല, നമ്മളൊരു റെസ്യൂമെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെസ്യൂമെ നമ്മൾ ഉണ്ടാക്കിയിട്ട് PDF ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, 500 KB കൂടാൻ പാടില്ല. അതും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സും ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തിരുവനന്തപുരം തന്നെ നിങ്ങൾക്ക് എന്താണ് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ സമർപ്പിക്കണം. ഇനി ഇൻ്റർവ്യൂ കോൾ ലെറ്റർ അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ വഴിയായിരിക്കും. നിങ്ങൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ മെയിൽ വഴിയായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്, ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് മെയ് 31 മുതൽ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 20 ആയിരിക്കും. റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് പിന്നീട് അറിയിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് ചാനൽ ഇതിലേക്ക് ജോയിൻ ചെയ്തുതരാം. എന്തായാലും അപ്ഡേഷനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഷെയർ ചെയ്യാം. പിന്നെ അതൊക്കെ നമ്മുടെ ഈ പോസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം കേട്ടോ. ലിങ്കുകളൊക്കെ ഫോളോവേഴ്സ് എന്നുള്ള ഇവിടെ കാണുന്നെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ജോയിൻ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് സ്റ്റോറിയൊക്കെ ഇട്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ ടെക്നോളജിയുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ കാലത്തിന് ഒരുമിച്ച് പോകണതാണ്. ഇപ്പോൾ ഈ കൂടുതൽ ആളുകൾ ഇൻസ്റ്റയൊക്കെയല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ പെട്ടെന്ന് സ്റ്റോറി ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അതുപോലെ നമ്മളെ ഇൻസ്റ്റയിൽ തന്നെ നമുക്കൊരു ചാനലുണ്ട്, അതിലും ജോയിൻ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ടെലഗ്രാം അതുപോലെ വാട്സപ്പ് ചാനലുണ്ട്, അതിലും ജോയിൻ ചെയ്യാം. അപ്പോൾ അപ്ഡേഷനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ ഈ മെയിൽ ചെക്ക് ചെയ്യാനും മറക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് നോട്ടിഫിക്കേഷന് താഴെ കാണാം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോംന്ന്. ഇനി അത് മാത്രമല്ല നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുന്നത് വാട്സപ്പ് ലിങ്കാണ് കേട്ടോ, ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി അതിൽ എല്ലാ വീഡിയോയുടെയും താഴെ വാട്സപ്പ് നമ്പർ ഉണ്ടായിരിക്കും. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൻ്റെ നേരെ ഓപ്പൺ ആക്കാം. അത് നമ്മൾ ഓപ്പൺ ആക്കുമ്പം നേരത്തെ നമ്മൾ കണ്ട അതേ സെയിം പേജിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇവിടെ കാണാം ബാംഗ്ലൂർ, അങ്ങനെ ഓരോതിൻ്റെയും വേക്കൻസി കാണാം. അപ്പോൾ നിങ്ങളിപ്പോൾ തിരുവനന്തപുരമാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകാം. തിരുവനന്തപുരം നോക്കാം. എടാ തിരുവനന്തപുരം അതാ CDAC തിരുവനന്തപുരം ഇൻവൈറ്റ്സ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇത് ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ 25 വേക്കൻസിക്ക് കേട്ടോ. പ്രൊജക്റ്റ് എഞ്ചിനീയർ ഫ്രഷ്, ഇതിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വ്യൂ ഡീറ്റെയിൽസ് ആൻഡ് അപ്ലൈ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഞാനിപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ നേരത്തെ കാണിച്ച എല്ലാ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ താഴെ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ഇവിടെ മുകളിലൊരു അപ്ലൈ എന്നുള്ള ബട്ടൺ ഉണ്ട്. എവിടെ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം, നിങ്ങളുടെ ചോയ്സാണ്. ഇവിടെ ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു.
അങ്ങനെ നമ്മൾ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോഗിൻ വിത്ത് OTP ആണ്. നമ്മൾ എന്ത് ചെയ്യണം, അവിടെ മെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, എന്നിട്ട് ഗെറ്റ് OTP എന്ന് അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് OTP ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാം നിങ്ങൾക്ക്. നമ്പറും മെയിൽ ID കൂടെ കൊടുത്തു, ഇവിടെ ഗെറ്റ് OTP എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്കും നമ്മുടെ മെയിലിലേക്കും രണ്ടിലേക്കും OTP വന്നിട്ടുണ്ട്. അപ്പോൾ ഏതിലെങ്കിലും ഒന്നുള്ള OTP നിങ്ങളെടുത്ത് അവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ OTP അടിച്ചു കൊടുത്തു. ഇനി ഇതവിടെ വെരിഫൈ എന്നുള്ളത് കൊടുക്കുന്നു. അങ്ങനെ വെരിഫൈ എന്ന് കൊടുത്ത സമയത്ത് നിങ്ങൾക്കൂടെ കാണാം ആ പേജിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ലോഗിൻ ആയിട്ടുണ്ട്, വേറെ ഒന്നും കാണിക്കുന്നില്ല. ഇനി ഇതവിടെ വീണ്ടും ഇത് അപ്ലൈ ബട്ടൺ തന്നെ അവിടെ ഉണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. കൊടുത്തപ്പോൾ നമ്മളിതായി ഒരു പേജിലേക്കാണ് വന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം പൊസിഷൻ അപ്ലൈയിങ് ഫോർ എന്നൊക്കെ ഇവിടെ കാണിക്കും നിങ്ങൾക്ക്. ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ ഫോട്ടോ ഒക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് വെച്ച് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ നമ്പറും ആ മെയിൽ ഐഡിയും കൊടുത്തപ്പോൾ നേരെ നമ്മുടെ ഡാറ്റ ഓൾറെഡി ഇവിടെ സേവ്ഡ് ആയതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നു കേട്ടോ. നിങ്ങളതാകുമ്പോൾ കാണിക്കില്ല, നിങ്ങളത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഏത് എന്താണ് ലൊക്കേഷൻ ആണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ തിരുവനന്തപുരം എന്നുള്ളത് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ഫോർ അതർ ലൊക്കേഷൻ നിങ്ങൾക്ക് അവിടെ യെസ് എന്ന് കൊടുക്കുക. ഇനിയിപ്പോൾ മറ്റു ലൊക്കേഷനിൽ നിങ്ങൾക്ക് മറ്റു എന്താണ് നമ്മുടെ ബാംഗ്ലൂർ, ചെന്നൈ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്കും നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അങ്ങനെ ആ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ യെസ് എന്ന് കൊടുക്കാം. അതിനുശേഷം ഇവിടെ അപ്ലിക്കൻ്റ് നെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ഫാദർ നെയിം, അതുപോലെ മെയിൽ ഫീമെയിൽ അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസാണ് അവിടെയൊക്കെ ചോദിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സൂം ആക്കാം ഞാൻ. ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കൊടുക്കാം. അപ്പോൾ നിലവിൽ നമ്മൾ ഗവൺമെൻറ് അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് അല്ലെങ്കിൽ ഓട്ടോണമസ് സ്ഥാനം എംപ്ലോയി ആണോ എന്നൊക്കെ നമ്മൾ നോ കൊടുക്കുകയാണെങ്കിൽ യെസ് കൊടുക്കുക, എക്സ് സർവീസ്മാൻ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ എന്ന് കൊടുക്കുക. പിന്നെ നമ്മൾ കറൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും കൂടെ കൊടുക്കുക. നിങ്ങൾ സിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് പിന്നെ നമ്മളിവിടെ കൊടുക്കുന്ന കറൻറ്റ് അഡ്രസ്സ് തന്നെയാണ് നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സിൽ ഇവിടെ സെയിം ആസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള അഡ്രസ്സ് ഇവിടെ കോപ്പി ആയി വന്നോളൂ. ഇതൊക്കെ ഞാൻ ഓൾറെഡി കൊടുത്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ സേവ് ആസ് ഡ്രാഫ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഡാറ്റാസൊക്കെ അവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ട് അതങ്ങനെ കിടക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ സേവ് ഡ്രാഫ്റ്റ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ അവിടെ വന്നു, അത് ക്ലിക്ക് ചെയ്യാം. അങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് നമ്മളിവിടെ ക്വാളിഫിക്കേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ സൂം ഔട്ട് ആക്കിയാണ് നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ അലൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സൂമിങ് ചെയ്യുന്ന സമയത്ത് അലൈൻമെൻറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്, പലതും മിസ്സിംഗ് ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ സഹകരിക്കുക. ഇവിടെ ക്വാളിഫിക്കേഷൻ ഉള്ളത് നിങ്ങളുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പാസിംഗ് ഡേറ്റ് കൊടുക്കുമ്പോൾ കറക്റ്റ് നിങ്ങളുടെ ആ ഒരു എന്താണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള ഒഫീഷ്യലി നമ്മുടെ സർട്ടിഫിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന പാസിംഗ് ഡേറ്റ് തന്നെ കൊടുക്കണം കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ടാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യുക. അതിൻ്റെ മുൻപുള്ള എക്സ്പീരിയൻസ് ഒന്നും കൂട്ടില്ല. ഇതിപ്പോൾ നമുക്ക് ഫ്രഷേഴ്സിനുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കേണ്ട. എന്നാലും ജസ്റ്റ് ഇവിടെ പറഞ്ഞാണ്. ഇനി ഇവിടെ നമ്മുടെ ക്വാളിഫിക്കേഷനാണ്. ക്വാളിഫിക്കേഷനിൽ ബി ഓർ ബി ടെക് ഏതാச்சுം നിങ്ങൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ എം ഓർ എം ടെക്. അതിനുശേഷം ക്വാളിഫിക്കേഷൻ നെയിമാണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ നെയിം എന്ന് പറയുന്നത് നിങ്ങൾ ബി ഓർ ബി ടെക്കിൽ ഏതാ ചെയ്തത്, ബി ടെക് ആണെങ്കിൽ ബി ടെക് ഇവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് നോക്കണം, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ബി ടെക് എന്നുള്ളവിടെ അടിച്ചു കൊടുക്കാം കേട്ടോ. ബി ടെക് എന്നുള്ളവിടെ അടിച്ചു കൊടുക്കാം. ദെൻ സ്പെഷ്യലൈസേഷൻ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളിവിടെ സെലക്ട് ചെയ്യാം. ഈ പറയുന്ന ഏതെങ്കിലും ഒന്നാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ യൂണിവേഴ്സിറ്റി, അതിനുശേഷം പാസിംഗ് ഡേറ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് സർട്ടിഫിക്കറ്റിൽ അതേ ഡേറ്റ് തന്നെ കൊടുക്കണം കേട്ടോ. ഓക്കെ, അതിനുശേഷം പെർസെൻറ്റേജ് ചോദിക്കുന്നുണ്ട്, എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെച്ചാൽ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും റാങ്കോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അവിടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അങ്ങനെ റാങ്കോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അവിടെ എന്നെ ഇട്ട് കൊടുത്ത് നോട്ട് അപ്ലിക്കബിൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷനാണ് നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. അതായത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. ഇനി ഇവിടെ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടല്ലോ, അതായത് ഗ്രാജുവേഷൻ മുതൽ കേട്ടോ. നിങ്ങൾക്ക് SSLC +2 അതൊന്നും കൊടുക്കാൻ പറ്റില്ല. ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ബി ടെക് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എം ടെക് കഴിഞ്ഞു വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ അടുത്ത് കൊടുക്കേണ്ടത് എം ടെക് ആണ്. ഓക്കെ, എം ടെക് ഞാനിവിടെ കൊടുക്കും. ഞാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം, ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എം ടെക് കൊടുത്തു, സ്പെഷ്യലൈസേഷൻ കൊടുക്കുക, നമ്മുടെ യൂണിവേഴ്സിറ്റി പഠിച്ചത് ഇങ്ങനെ കൊടുക്കുക. ഇതുണ്ടെങ്കിൽ കൊടുത്താൽ മതി, നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിന് താഴെ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഗ്രാജുവേഷൻ, അതായത് ആഫ്റ്റർ നമ്മുടെ ഗ്രാജുവേഷന് ശേഷം നമ്മൾ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും അക്കാദമിക് അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും എം ടെക്, ഇനി എന്തെങ്കിലും നിങ്ങൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഗ്രാജുവേഷൻ ശേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അതിനുശേഷം ഏതെങ്കിലും നമ്മൾ പേപ്പർ പബ്ലിക്കേഷനോ പ്രസൻറ്റേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ കൊടുക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രധാനമായുള്ള അച്ചീവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, പ്രത്യേകമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ കാൻഡിഡേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഇവിടെ കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും പ്രൊഫഷണൽ ബോഡീസുമായിട്ട് എന്തെങ്കിലും അസോസിയേഷൻ അഫിലിയേഷനൊക്കെ ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ സേവ് ആസ് ഡ്രാഫ്റ്റ് എന്നുള്ളത് കൊടുക്കുന്നു, സേവ് ആകുന്നു, ദെൻ നെക്സ്റ്റ് അടിക്കുന്നു. അങ്ങനെ നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് അടുത്ത നമ്മൾ ചോദിക്കുന്നത് കറണ്ട് എംപ്ലോയ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്, വർക്ക് എക്സ്പീരിയൻസ് ആണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാതെ നിങ്ങൾക്ക് ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് സ്കിപ്പ് ചെയ്താൽ മതി. ഇനി ഇവിടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ്, രണ്ട് ഇതായിട്ടാണ് ചോദിക്കട്ടെ. കറണ്ട് എക്സ്പീരിയൻസ് പറഞ്ഞാൽ നിലവിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി പ്രീവിയസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുൻപത്തെ വർക്ക് എക്സ്പീരിയൻസ് ഏതെങ്കിലും ഉണ്ട്, അതായത് മുൻപ് നമ്മൾ ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. നിലവിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഡീറ്റെയിൽസ് നിങ്ങൾ കറണ്ട് എക്സ്പീരിയൻസിലും മുൻപത്തെ വർക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ അത് ഇവിടെയാണ് കൊടുക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് അങ്ങ് ഒഴിവാക്കിയാൽ മതി. ഇനി അടുത്തതൊരു പ്രത്യേക കാര്യമുണ്ട്, ഇവിടെ കാണാം നിങ്ങൾക്ക് മേജർ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ്, അതായത് ടെക്നോളജി അല്ലെങ്കിൽ ഡൊമൈൻ സ്കിൽസ് ആണ്. അതായത് നമ്മൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഇതാണല്ലോ ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് പ്രൊജക്ട് എഞ്ചിനീയർ തിരുവനന്തപുരം 25 വേക്കൻസിയിലേക്കാണ്. അപ്പോൾ ഇതിൽ ഇവിടെ കാണുന്നെങ്കിൽ സ്കിൽ സെറ്റ്. അപ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തായിരിക്കണം, സ്കിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സ്കിൽ സെറ്റ് നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ, നിങ്ങൾ ഒരു സ്കിൽ സെറ്റ് അവിടെ കൊടുക്കണം. അത് നമ്മളിവിടെ ഈ ഡ്രോപ്പ് ഡൗൺ മെനു ആണ് ഉണ്ടായിരിക്കും. ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്താൽ, അപ്പോൾ ഞാൻ ജാവ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ എനിക്കിവിടെ കാണാൻ പറ്റും ജാവ സ്ക്രിപ്റ്റ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഇതിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് അവിടെ കൊടുക്കാം. ഓക്കെ, അതല്ലാതെ നമ്മൾ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് വേറെ എന്തെങ്കിലും നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് വന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ നമുക്കിതിൽ നെക്സ്റ്റ് അടിച്ച് പോകാൻ പറ്റില്ല. ഇവിടെ ഇതൊരു ഡ്രോപ്പ് ഡൗൺ മെനു ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് ഏതെങ്കിലും ഒന്നേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സ്കിൽ സെറ്റ് ഏരിയ നിങ്ങളെന്താണ് അതിൻ്റെ ഫസ്റ്റ് 3 ലെറ്റർ ഇവിടെ അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണിക്കും. അതിനനുസരിച്ച് നിങ്ങൾ അതിന് ഏറ്റവും എന്താണ് തുല്യമായുള്ളൊരു സ്കിൽ സെറ്റ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം എന്താണ് അറ്റ്ലീസ്റ്റ് നമ്മളൊരു എത്ര മന്ത്സ് നമുക്കതിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ 1 മന്ത് എന്നുള്ളതാണ് കൊടുത്തത്. ഇവിടെ സേവ് ആസ് ഡ്രാഫ്റ്റ് എന്ന് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒന്നിലധികം ഉണ്ടെങ്കിൽ ഇനി വേറെയും സ്കിൽ സെറ്റ് ഉണ്ട്, ഇവിടെ ആഡ് എന്നുള്ള കോളം കണ്ടെങ്കിൽ ഈ ആഡ് എന്നുള്ളത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ അതുപോലെ അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ എത്ര മന്ത് എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ കൊടുക്കാം. ഇനി വീണ്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, ഇതും ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് എന്ന് അടിക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് എന്ന് അടിക്കുന്ന സമയത്ത് അടുത്ത് റെഫറൻസ് ആൻഡ് ഡിക്ലറേഷനാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാലും കൂടെ കാണാൻ പറ്റും, നമ്മൾ 2 റെഫറൻസ് കൊടുക്കും, 2 വ്യക്തികളുടെ. അത് സോഷ്യലി എന്താണ് ഹൈ സ്റ്റാച്ചറായിട്ടുള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ്. അതായത് അത്യാവശ്യം നമ്മളെ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒന്നും ആകാൻ പാടില്ല, അത് നിങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആരുടെ 2 ഡീറ്റെയിൽസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ കോളേജിലൊക്കെ പഠിപ്പിച്ച നിങ്ങളുടെ ലെക്ചേഴ്സ് ഉണ്ടാവും, അവരുടെ കൊടുക്കാം. ഇനി നിങ്ങളുടെ സമീപത്ത് ഏതെങ്കിലും ഗവൺമെൻറ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണലായിട്ട് അറിയുന്ന ആളുകളൊക്കെ ഉണ്ട്, അവരുടേതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഉയർന്ന പോസ്റ്റിലേക്ക് ജോലി ചെയ്യുന്ന നിങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഫസ്റ്റ് റെഫറൻസ് ഇവിടെ കാണാം, അവരുടെ പേര്, അവരുടെ ജോലി, പിന്നെ അവരുടെ അഡ്രസ്സ്, പിന്നെ അവരുടെ കോൺടാക്ട് നമ്പർ, മെയിൽ, ഇതൊക്കെ അവരോട് ചോദിച്ചിട്ട് നിങ്ങൾ കറക്റ്റായി കൊടുക്കുക. പിന്നെ സെക്കൻഡ് റെഫറൻസ് രണ്ടാമത്തെ ആളുടേത് അതുപോലെ തന്നെ പേര്, കോൺടാക്ട് നമ്പർ, മെയിൽ ID, അവരുടെ ഓക്യുപ്പേഷൻ ഇതൊക്കെ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അതിവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഡിക്ലറേഷൻ അതൊക്കെ വായിക്കുക, എന്നിട്ട് നിങ്ങൾ അഗ്രി എന്ന് കൊടുക്കുക. ഇവിടെ സേവ് ആസ് ഡ്രാഫ്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ സേവ് ആയിട്ടുണ്ട്, ഓക്കെ കൊടുക്കുക. ഇനി ഇവിടെ നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ കാണാം നിങ്ങൾക്ക്. അങ്ങനെ നെക്സ്റ്റ് എന്ന് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിവ്യൂ ചെയ്യാനുള്ള ഒരു പേജ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എഡിറ്റ് ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കാം. ഇതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും താഴെ കാണാം നമ്മുടെ റെസ്യൂമേ ഇതിലേക്ക് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ അവിടെ ചൂസ് ബ്രൗസ് എന്നുള്ള ഭാഗം കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ റെസ്യൂമേ PDF ഫയലാക്കിയിരിക്കണം, അതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് എന്ന് കൊടുത്ത് അങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനിതൊരു ഡെമോ പർപ്പസിന് വേണ്ടി ചെയ്തുകൊണ്ട് ഞാനിവിടെ സബ്മിറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നിങ്ങൾക്ക് ചെയ്യാൻ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം. താങ്ക്